അങ്ങനെ അവൾ യൂറിൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. മനോജിനെ അറിയിക്കാം. അവൾക്ക് സന്തോഷമുണ്ടെങ്കിലും മനോജിന്റെ ഭാഗത്തു നിന്ന് ഇനി എന്ത് പ്രതികരണം വരുമെന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. ഇന്ന് അവൾ ജോലിക്ക് പോകുന്നില്ല. മൊത്തത്തിൽ ശരീരത്തിനൊരു ക്ഷീണവും ഒരു ഓർക്കാനവും തലകറക്കവും പോലെയൊക്കെ ഉണ്ട്. അവൾ മനോജിനോട് കാര്യം പറഞ്ഞു. എനിക്ക് ഇതുവരെ പീരീഡ്സ് ആയില്ല, പ്രഗ്നൻസിയുടെ ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനൊരു കാർഡ് വാങ്ങിച്ച് നോക്കി. അവൾ കാർഡ് അവനെ കാണിച്ചു. അവന് യാതൊരു സന്തോഷവും തോന്നിയില്ല. നിർവികാരമായി ആ കാർഡിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഒന്നും ചോദിച്ചില്ല. അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. കാരണം തങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത്. എന്നിട്ട് തൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാതിരുന്നപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. അവൾ മനോജിനോട് ചോദിച്ചു, നിങ്ങളൊരു അച്ഛനാവാൻ പോവുകയല്ലേ, നിങ്ങൾക്ക് യാതൊരു സന്തോഷവും ഇല്ലേ? ഓ, സന്തോഷിക്കാനുള്ള വകയൊന്നും എൻ്റെ കയ്യിലില്ല. പൈസയ്ക്ക് പൈസ വേണ്ടേ? കുഞ്ഞിനെ കൊണ്ടുവരുന്നതിൽ ആഗ്രഹമുണ്ട്, പക്ഷേ കുഞ്ഞിനെ നോക്കാൻ പൈസ വേണ്ടേ? അവൻ ഈ വാ തുറന്നാൽ പൈസയുടെ കാര്യമേ പറയാനുള്ളൂ. അതുകൊണ്ട് പിന്നീട് അവൾ ഒന്നും സംസാരിച്ചില്ല. ഹോസ്പിറ്റലിൽ പോകണ്ടേ? ആ, ഇതൊക്കെയാണ്. ഹോസ്പിറ്റലിൽ പോകാൻ പൈസ വേണം. നീ ചെക്കപ്പ് വരും, അതിന് പൈസ വേണം. പൈസയ്ക്ക് എന്ത് ചെയ്യും? അവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിഞ്ഞ് അവൾ അകത്തേക്ക് പോയി. കുറച്ച് പണികളുണ്ട്, ഇന്നെന്തായാലും പോകണ്ടല്ലോ, പതുക്കെ ചെയ്യാം. അവൾ കുറച്ചു നേരം കട്ടിലിൽ കിടന്നു. കട്ടിലിൽ കിടന്നപ്പോൾ രവിയുമൊത്തുള്ള ജീവിതം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ രവിയുടെ മുഖത്തെ സന്തോഷവും തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും, കാരണം അത്രത്തോളം ആഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞായിരുന്നു. ആഗ്രഹിച്ച് കിട്ടിയാലും അല്ലാതെ കിട്ടിയാലും അച്ഛനും അമ്മയും ആവാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ്. അവൾ മനസ്സിൽ ഓർത്തു. രവി എങ്ങനെയായിരുന്നു? ഓ എൻ്റെ ദൈവമേ, തന്നെ നോക്കിയത് ഇതുപോലെ ഒരു ഭർത്താവ് ഒരു ഭാര്യ നോക്കി കാണില്ല. എന്ത് നല്ല മനോഹരമായ ജീവിതമായിരുന്നു. പ്രഗ്നൻ്റായി പ്രസവിക്കുന്നിടം വരെ അദ്ദേഹം തന്നെ നിലത്ത് വയ്ക്കാതെ കൊണ്ടു നടന്നത്. പിന്നീട് കുഞ്ഞിനെയും തന്നെയും ഒരേ കൈവെള്ളയിൽ ഒരേപോലെ കൊണ്ടു നടന്ന് സ്നേഹിച്ചു. തന്നെയും ഒരു കുഞ്ഞായിട്ട് തന്നെയായിരുന്നു കണ്ടത്. അവൾ മനസ്സിലോർത്തു, ഈ ലോകത്ത് എന്ത് താൻ വേണമെന്ന് പറഞ്ഞാലും വാങ്ങിത്തരുമായിരുന്നു. എത്രത്തോളം തന്നെ സ്നേഹിച്ചിരുന്നു. തന്നെ സ്നേഹിച്ചവരെയും തന്നോട് സ്നേഹം അഭിനയിച്ചവരെയൊക്കെ തിരിച്ചറിയാൻ താൻ വൈകിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടാണോ അവൾക്ക് പശ്ചാത്താപം. ഇനി ഒരിക്കലും അദ്ദേഹത്തെ തൻ്റെ കൺമുൻപിൽ കൊണ്ടുവന്ന് പെടുത്തരുതേ എന്നാണ് അവൾക്ക് മനസ്സിലാഗ്രഹം. കാരണം തനിക്ക് അത്രത്തോളം കുറ്റബോധമുണ്ട്. താൻ കൈവിട്ട് കളഞ്ഞതൊരു മാണിക്യത്തെയാണെന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലാവുന്നത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾ ഓരോന്ന് ആലോചിച്ച് ഉറങ്ങിപ്പോയി. മനോജ് തട്ടി വിളിച്ചു, ഡേയ് എണീക്ക് എണീക്ക്, ഒന്നും വെക്കണ്ടേ, നീ ഇങ്ങനെ കിടന്നാലെങ്ങനെയാ? അവൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സമയം ഒരുപാടായല്ലോ. അവൾ പെട്ടെന്ന് തന്നെ ആഹാരത്തിനുള്ള പരിപാടികളൊക്കെ ഒതുക്കി. പ്രത്യേകിച്ചൊന്നുമില്ല ആഹാരം വയ്ക്കാൻ. ചോറും പിന്നെ ഇച്ചിരി പച്ചക്കറി കിടക്കുന്നു, സാമ്പാറോ എന്തെങ്കിലും വയ്ക്കാം. ഇപ്പോൾ അവൾക്ക് നല്ല ഫുഡ് കഴിക്കാനൊന്നും ആഗ്രഹമില്ല. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ജീവിത രീതിയോട് അഡ്ജസ്റ്റ് ആവാൻ. പക്ഷേ ഇപ്പോൾ അവൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടിരിക്കുന്നു. അവൾക്കിപ്പോൾ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതായി മാറിയിരിക്കുന്നു. നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ നല്ല ആഹാരം കഴിക്കാനോ ഒന്നിനും ഒരു ആഗ്രഹമില്ലാതായി മാറി. അവളുടെ ആ മാറ്റം അവൾക്ക് തന്നെ അത്ഭുതമായിരുന്നു. വീട്ടിലെ വില കൂടിയ മെത്തയിൽ കിടന്ന് ഉറങ്ങിയിരുന്ന അവൾ ഇപ്പോൾ കട്ടിലിൽ വെറുമ്പായ വിരിച്ചിട്ടാണ് കിടക്കുന്നത്. തലയിൽ വയ്ക്കാൻ നല്ലൊരു തലയിണ പോലുമില്ല. പക്ഷേ അതും അവൾ അഡ്ജസ്റ്റ് ആയിരിക്കുന്നു. ജീവിതം ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റുന്നു. താൻ തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ വിലയ്ക്ക് വാങ്ങിയ ദുരന്തം, അതായിരുന്നു മനോജുമൊത്തുള്ള ജീവിതം. കഴിഞ്ഞുപോയ തൻ്റെ ജീവിതം അവൾക്ക് ഒരു സ്വപ്നം പോലെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്കെപ്പോഴും അവൾ കരയാറുമുണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി തനിക്ക് ആരുമില്ലെന്നുള്ള സത്യം അവളെ ഇടയ്ക്കിടയ്ക്ക് പൊള്ളിക്കാറുമുണ്ട്. ഫ്രണ്ട്സില്ല, അമ്മയില്ല, അച്ഛനില്ല, തൻ്റെ കുഞ്ഞില്ല, ആരും തന്നെയില്ല. എല്ലാം താൻ ഒരാളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ആ ആളുണ്ടോ അതുമില്ല. താൻ എന്തിനു ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ താൻ്റെ ഒരു കുഞ്ഞും കൂടി വരാൻ പോകുന്നു. ഇപ്പോൾ സ്വയം തോന്നാറുണ്ട് തനിക്ക് ആരെങ്കിലും ഉണ്ടെന്ന്. ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയിട്ടെങ്കിലും ജീവിക്കാമല്ലോ. എന്തായാലും തൻ്റെ ജീവിതം പോയി. അവൾ മനസ്സിൽ ആശ്വസിച്ചു. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും താൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും, അതിനു വേണ്ടിയിട്ട് ജീവിക്കും. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ ഇപ്പോൾ നല്ല രീതിയിൽ ദൃഢനിശ്ചയക്കാരിയായി മാറിയിരിക്കുന്നു. അവളെ ജീവിതാനുഭവങ്ങളെല്ലാം അവളെ വേറൊരു രമ്യയാക്കി മാറ്റി. പണ്ട് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് കുറുമ്പ് കാണിച്ചും മേക്കപ്പും ഒക്കെ ചെയ്തു കിടന്ന ആ രമ്യയിൽ നിന്നും
ഇപ്പോഴത്തെ രമ്യയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്വതയിലും സംസാരത്തിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം മൊത്തത്തിൽ അവൾ മാറി. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ സമയമായി. മനോജിനെ അവൾ വിളിച്ചു. അവൾക്കറിയാമായിരുന്നു മനോജ് വരില്ല എന്ന്. ഇപ്പോൾ മനോജ് എന്താണെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മനോജിൽ ഇപ്പോൾ അവൾ ഒരു കാര്യത്തിലും പ്രതീക്ഷ വയ്ക്കാറില്ല. കാര്യം അദ്ദേഹം എന്താണെന്ന് ഇപ്പോൾ അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിന് വിളിച്ചാലും മനോജ് റിജക്റ്റ് ചെയ്യാറായിരുന്നു പതിവ്. സ്കാനിങ്ങിൻ്റെ കാര്യം അവൾ പറഞ്ഞു. നോക്കാം, അവൻ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. അവൾക്ക് പറയേണ്ട കടമയുള്ളതുകൊണ്ട് മാത്രം അവൾ പറഞ്ഞതാണ്. അയാൾ വരണമെന്ന് അവൾക്ക് ആഗ്രഹമില്ല. കാര്യം വന്നാൽ തന്നെ വാ തുറന്നാൽ പൈസയെന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്നതിനോടും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. തൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് സ്കാൻ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരാം. ഇതിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള കടയിലെല്ലാം കയറും. പിന്നെ അത് വേണം ഇത് വേണം, കൊച്ചു പിള്ളേരെ പോയാൽ ഇത്രയും പാടില്ല, അവൾ സ്വയം പറഞ്ഞു. വരാതിരിക്കണേ എന്നായിരുന്നു അവൾ പ്രാർത്ഥിച്ചത്. എന്തായാലും വന്നില്ല. പൈസ ഒരുപാടുണ്ടെങ്കിൽ കൂടെ വരും, ഇല്ലയെന്നുണ്ടെങ്കിൽ വരില്ല. ആ ഒരു രീതിയാണ്. ഇപ്പോൾ എല്ലാ തരത്തിലും അവനെ മനസ്സിലാക്കിയതുകൊണ്ട് തനിക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് പോയി സ്കാനൊക്കെ ചെയ്ത് തിരികെ വന്നു. ഇപ്പോൾ ഷോപ്പിൽ അങ്ങനെ പോകാറില്ല, ഇടയ്ക്ക് മുറയ്ക്കൊക്കെ പോകുന്നുള്ളൂ. പ്രഗ്നൻ്റ് ആയതിനു ശേഷം തൊട്ട് മടിയാണ്, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഉള്ള പൈസയ്ക്കൊക്കെ കഴിഞ്ഞു പോവുകയാണ്. മനോജാണെങ്കിൽ പിന്നെ പണ്ടേ ജോലിക്ക് പോകാത്തതുകൊണ്ട് ആ ഭാഗത്തു നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. അവൾ ഇപ്പോൾ കുറച്ചൊക്കെ മിച്ചം പിടിച്ച് ജീവിക്കാനുള്ള രീതിയിലോട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. അവളുടെ അനുഭവങ്ങൾ തന്നെ അവൾക്ക് ജീവിക്കാനുള്ള ഊർജവും നൽകി. ഏറെക്കുറെ ഇപ്പോൾ മനസ്സിനൊക്കെ അവൾക്ക് സന്തോഷമുണ്ട്. മനോജിൻ്റെ ഭാഗം അല്ല, കുഞ്ഞിനെ ഓർത്തിട്ടാണ്. തനിക്കിനി സ്വന്തമെന്ന് പറയാൻ ഒരു കുഞ്ഞ് വരികയാണ്. അവൾക്ക് ആ ഒരു സന്തോഷം അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കഷ്ടതകളൊക്കെ ഒരു സൈഡിൽ കിടക്കും. തൻ്റെ സന്തോഷമാണ് ഇനി വരാൻ പോകുന്നത്. ആർക്ക് സന്തോഷമില്ലെങ്കിലും അത് തനിക്ക് സന്തോഷം തന്നെയാണല്ലോ, അവൾ സ്വയം വിചാരിച്ചു. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവൾ മറന്നു. എല്ലാം മറക്കണം, തരണം ചെയ്യണം, തനിക്ക് ജീവിച്ചേ പറ്റൂ, അവൾ സ്വയം വിചാരിച്ചു. ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാനുള്ളതല്ല ജീവിതം. ഇനി എന്തായാലും ഇവിടം വരെ എത്തി, ആരും ഇല്ല എന്നും അറിയാം. ഭർത്താവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാം കണക്കാണ്, അതെല്ലാം അറിയാം. ഇനി തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, അതിന് ഒരു പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് ജീവിക്കണം. അതിനുള്ള കരുത്ത് സ്വയം നേടണം. വയ്യായികളെല്ലാം മാറ്റിവെക്കണം. അവൾ മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ എടുത്തു. മനോജിൻ്റെ ഭാഗം ഇപ്പോൾ അവൾ മൈൻഡ് ചെയ്യാറില്ല. അവരെന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൾ ശ്രദ്ധിക്കാറുമില്ല. അവനായി അവൻ്റെ പാടായി. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ കാര്യവും അവൻ അവൻ്റെ കാര്യവുമായി രണ്ട് ലോകങ്ങളിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു വീട്ടിലാണെന്നേ ഉള്ളൂ, രണ്ടുപേരും രണ്ട് രീതിയാണ്. പണ്ടത്തെ കണക്ക് തന്നെ കഷ്ടതകളും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം അവൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾക്ക് പഴയ കണക്ക് വിഷമങ്ങളൊന്നുമില്ല. കാര്യം അവൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുത്ത് ഇനി ഒന്നിനെക്കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കില്ല എന്ന്. തനിക്ക് സന്തോഷിക്കാനായിട്ടൊരു വക ദൈവം തന്നു. ഇനി അതാണ് തനിക്ക് എല്ലാം. അങ്ങനെ അവൾ സന്തോഷവതിയായി വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലി സ്ഥലത്ത് നിന്നും അവൾക്കിപ്പോൾ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഷോപ്പിൽ നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ 2 പേർ ഷോപ്പിലേക്ക് കടന്നു വന്നു. ആ ആൾക്കാരുടെ മുഖം കണ്ട് രമ്യ ഞെട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.